ഇതാണ് നമ്മുടെ മർമ്മം. ഇത് മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. ഫിലോസഫി, പ്രാർത്ഥനയുടെ ഫിലോസഫി. എന്താണ് പ്രാർത്ഥന? എന്താ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത്? അത് തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. ഇവന് ദുഃഖിതനാണോ അതോ സന്തോഷവാനാണോ? ഇയാൾ ദുഃഖിതനാണോ സന്തോഷവാനാണോ? ആരാണ്? സന്തോഷാണോ? ദുഃഖാണോ? ദുഃഖല്ലേ? എന്തേ ദുഃഖപ്പെടാൻ കാരണം? ഇവനും ഇവന്റെ അമ്മയും ബീച്ചിൽ പോയി. അപ്പോ ഇവന് ഒരു ടോയ് കണ്ടു. ആ ടോയ് വേണമെന്ന് അമ്മയോട് വാശി പിടിച്ചു. അമ്മ പറഞ്ഞു തരൂലാന്ന്. അതിനാണ് അപ്പൊ ആ ദുഃഖം, അതിനാണ് ആ കരച്ചിൽ. ഇനി ഇവന് വളരെ ഇഷ്ടപ്പെട്ട ആ ടോയ് ഒന്ന് കാണണ്ടേ? ഇതാണ് ആ ടോയ്. ഇതിനു വേണ്ടിയാണ് അവൻ കരഞ്ഞത്. ഇതാണ് അവൻ അമ്മയോട് ചോദിച്ചത്. എന്തേ അവന്റെ അമ്മ ഇത് കൊടുക്കാതിരുന്നത്? അമ്മക്ക് അറിയാവുന്നത് കൊണ്ടാണോ അറിവില്ലാത്തത് കൊണ്ടാണോ? അവനോട് സ്നേഹമുള്ളത് കൊണ്ടാണോ സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? സ്നേഹമില്ലെങ്കിൽ മോനെ എടുത്തോ മോനെ എന്ന് പറയില്ലേ അല്ലേ? ഉഗ്രവിഷമുള്ള കോറൽ ഫിഷല് അമ്മ എന്തുകൊണ്ട് നൽകിയില്ല? അമ്മക്കറിയാമായിരുന്നു, ഇത് കൊടുത്താൽ എൻ്റെ മോൻ നിമിഷ നേരങ്ങൾ കൊണ്ട് മരിച്ചു പോകും. അമ്മക്ക് സ്നേഹമുണ്ട്. സ്നേഹവും അറിവും ഒന്നിച്ചു വന്നു. സ്നേഹം മാത്രമുള്ളൂ അമ്മയ്ക്കെങ്കിൽ അമ്മ കൊടുക്കും, ഇല്ലേ? അറിവ് മാത്രമുള്ളൂ, സ്നേഹം ഇല്ലെങ്കിൽ കൊടുക്കും, ഇല്ലേ? അറിവ് മാത്രമുള്ളൂ, അമ്മക്കറിയാം ഇവൻ അടിച്ചു പോകും ഇതോടുകൂടി. സ്നേഹമില്ല, അമ്മ കൊടുക്കും. ഇനി അറിവില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, അപ്പോഴും കൊടുക്കും. ഇത് രണ്ടും ഒന്നിച്ചു വന്നപ്പോൾ അമ്മ കൊടുത്തില്ല. സ്നേഹമുണ്ട്, അറിയുകയും ചെയ്യാം എന്താ സംഭവിക്കാന്നുള്ളത്. ഇവളോ ദുഃഖാണോ സന്തോഷാണോ? ഇവളെ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും ദുഃഖം വരും, ഇല്ലേ? ഇതും വിഷയം തന്നെയാണ്. ഇവൾക്കും ഇഷ്ടപ്പെട്ട ഒരു ടോയ് ഇവളെ അമ്മ കൊടുത്തില്ല. ഇത് കടപ്പുറത്തു നിന്നല്ല, വീട്ടിൽ നിന്ന് കൊടുത്തില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ടോയ് ഒന്ന് കാണണ്ടേ? ഇതാണ് ടോയ്. മറ്റേ ആദ്യം പറഞ്ഞത് ഒരു പക്ഷേ പല ആളുകളെടുത്തുണ്ടാവില്ല, കുറെ ആളുകളെടുത്തുണ്ടാവില്ല. പക്ഷെ ഇത് പല ആളുകളെടുത്തുണ്ടാവും, ഇല്ലേ? പക്ഷെ എന്തേ കൊടുക്കാത്തത്? എന്തായിരിക്കും ഇതുമായിട്ട് അവൾ കളിച്ചാൽ സംഭവിക്കുക? അപ്പൊ അവൾക്ക് ന്യായം പറയാം, എന്താ എനിക്ക് കിട്ടാതെ, എന്താ അവിടെ ഇയാൾക്ക് കിട്ടുന്നുണ്ടല്ലോ, അയാൾ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ നിന്റെ അമ്മക്കറിയാം, നിന്റെ അമ്മക്ക് നിന്നോട് സ്നേഹമുണ്ട്. ഇത് നേരെ അള്ളാഹുവിലേക്ക് അപ്ലൈ ചെയ്താൽ മതി, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാവിയായിട്ട് പോകും. അള്ളാഹ്ക്ക് എന്നോട് സ്നേഹമാണ്, അള്ളാഹ്ക്ക് അറിയാം എന്ത് സംഭവിക്കുമെന്ന്, എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹ്ക്കറിയാം. എന്തിന്? ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി. എങ്ങനത്തെ ജോലി? ഉച്ച വരെ ഉള്ളത്, പിന്നെ കുറേ ശമ്പളം ഉള്ളത്, ഫാമിലിക്കല്ല അലവൻസ് ഉള്ളത്, അങ്ങനെ പലതും. ഞാനാണെങ്കിലോ ഖിയാമുല്ലയിലൊക്കെ എങ്ങനെ നമസ്കരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ, അല്ല നിങ്ങൾക്കറിയില്ല, എനിക്കറിയുള്ളൂ. അങ്ങനെ ഖിയാമുല്ലയിൽ അങ്ങനൊക്കെ നമസ്കരിക്കുക. അപ്പൊ അള്ളാഹ്ക്ക് സ്നേഹമാണല്ലോ കൂടുതൽ വേണ്ടത് എന്നോട്, എന്നിട്ടും തരുന്നില്ല. ഇതാണ് കാര്യം. അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹ്ക്ക് സ്നേഹമുണ്ട്. സ്നേഹം ഇല്ലാന്ന് കരുതാ, അള്ളാഹുവിന് സ്നേഹം ഇല്ലാന്ന് കരുതാ, ഉടനടി തരും, വല്ലാഹി ഉടനടി തരും. കാരണം അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന പറയാം. സൂറത്തുൽ ബഖറയിൽ 216 ആയത്തിൽ അള്ളാഹു തആല വളരെ പച്ച വെളിച്ചം പോലെ അത് വ്യക്തമാക്കി തരികയാണ്. വഅസാ അൻ തക്റഹു ഷൈആ, നിങ്ങൾ ഒരു സംഗതി വെറുക്കും, എനിക്ക് വേണ്ടായിരുന്നു, അത് വേണ്ട അത് ശരിയാവൂല എന്നൊക്കെ പറയും. വഹുവ ഖൈറുൻ ലക്കും, പക്ഷെ അതായിരിക്കും നിങ്ങൾക്ക് ഖൈർ. വഅസാ അൻ തുഹിബ്ബു ഷൈആ, ഒരു സംഗതി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഇതെന്നെ മതി എന്ന് പറയും. വഹുവ ശർറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. എന്തേ കാരണം? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അതാണ് രഹസ്യം. വല്ലാഹു യഅലമു വഅൻതും
ലാ തഅലമൂൻ. അള്ളാഹ്ക്കറിയാം, നിങ്ങൾക്കറിയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മൾ വെല്ലുവിളിക്കുകയാണ്, എനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയാം, നാളെ എന്ത് സംഭവിക്കുമെന്ന്, ഇത് കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, ഉറപ്പാണ് എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഊഹം വെച്ചിട്ടടിക്കാന്നല്ലാതെ സത്യത്തിൽ അയാൾക്കറിയോ? ഇല്ലല്ലോ. അപ്പോൾ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അത് ഉത്തരം കിട്ടായികയല്ല, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് അല്ല. നിങ്ങളോട് അള്ളാഹുവിന് സ്നേഹമാണ്. നിങ്ങൾക്ക് അത് കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാം. അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ, ഒരൊറ്റ മുസ്ലിങ്ങളും യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹിമിൻ, ബന്ധം മുറിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല, അതേപോലെ തിന്മ കൊണ്ടുള്ള പ്രാർത്ഥനയല്ലാത്ത വേറെ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ, അല്ലാഹു തആല അതുകൊണ്ട് നൽകുക തന്നെ ചെയ്യും. ഇഹ്ദാ സലാസ്, മൂന്നിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നൽകും. ഇമ്മാ അൻ തുഅജ്ജില ലഹു ദഅവതുഹു, നേരം വെളുക്കുമ്പത്തിനും അതുണ്ടാവും. നേരം വെളുക്കുമ്പത്തിനും ഒന്നുകിൽ ആ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മൾ കാണും, അല്ലെങ്കിലോ വ ഇമ്മാ അൻ യദ്ഖിറഹാ ഫിൽ ആഖിറ, അല്ലെങ്കിലോ അത് പരലോകത്ത് ഒരു മുതൽക്കൂട്ടായിട്ട് കിട്ടും. ആ പ്രാർത്ഥിച്ചതിന് എന്തായാലും പ്രതിഫലമുണ്ട്. അതല്ലാതെ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് പ്രതിഫലം പരലോകത്ത്, ഉത്തരം കിട്ടാത്തത് കൊണ്ട് പ്രതിഫലം പരലോകത്ത് നിന്ന് കിട്ടും. അതിങ്ങനെ യദ്ഖിറു, പരലോകത്ത് വലിയൊരു മുദ്ദഖിറായിട്ടുണ്ടാവുന്നു, വലിയൊരു സ്വത്തായിട്ടുണ്ടാവും. പ്രാർത്ഥിച്ചതിന് എന്തായാലും പ്രതിഫലമുണ്ട്, അത് വേറെ. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിനുള്ള പ്രതിഫലം അവിടെ ഉണ്ടാവുന്നു. അതേപോലെ വ ഇമ്മാ അൻ യകുഫ അൻഹു മിനസ്സൂഇ ബിമിസ്ലിഹാ, അതേ നാണയത്തിലുള്ള വേറൊരു ദ്രോഹം അത് അല്ലാഹു തആല മാറ്റിക്കളഞ്ഞിട്ടുണ്ടാവും, വരാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ അശ്രദ്ധനായിട്ടാണ് നടന്നത്. എൻ്റെ അശ്രദ്ധ കൊണ്ടേ സംഭവിക്കൂ എനിക്ക് ഉപദ്രവങ്ങൾ. അത് ഖദാ-ഖദറിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സംഗതിയാണ്. ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എങ്കിൽ അത് മുഴുവനും കാരണം ഞാനാണ്, നിങ്ങളാണ്. നിങ്ങൾക്ക് ഉപദ്രവം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മളാണ്. അങ്ങനെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ എന്തോ ഒന്ന് കണ്ടു, പെട്ടെന്ന് അങ്ങോട്ട് ഓടാൻ വേണ്ടി കടക്കാൻ പോവാണ്. കടക്കുമ്പോൾ ഒരു വണ്ടി വന്നിട്ട് എന്തായാലും ഇടിക്കുമല്ലോ, വണ്ടി വരുന്നുണ്ടെങ്കിൽ. അങ്ങനെ വണ്ടി വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട്, ഇടിക്കുമായിരുന്നു, അങ്ങനെയാണ് ഉള്ളത്. പക്ഷെ അതിനു മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവേ എനിക്ക് ജോലിയിൽ കയറ്റം കിട്ടണമേ, അല്ലെങ്കിൽ എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കണമേന്ന്. പക്ഷെ കുഞ്ഞ് ജനിച്ചാൽ എനിക്ക് അപകടമാണ്, ജോലിയിൽ കയറ്റം കിട്ടിയാൽ അപകടമാണെന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് അള്ളാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല. പകരം എന്ത് ചെയ്തു, ഞാൻ റോഡ് മുറിച്ച് കിടക്കുകയാണ്, നോക്കാതെ റോഡ് മുറിച്ച് കിടക്കണം. ഒരു വണ്ടി ലിമിറ്റഡ് സ്റ്റോപ്പ് വളരെ സ്പീഡിൽ വന്നു, അയാൾ ബ്രേക്ക് ചെയ്യും, എൻ്റെ മേത്തിടിക്കൂല. അതാണ് ആ പറഞ്ഞത്, സൂ എന്നിൽ നിന്ന് തടയുമെന്ന്. ആ പ്രാർത്ഥന അവിടെ ഇല്ലായിരുന്നെങ്കിൽ ചതഞ്ഞരിഞ്ഞു പോകും ഞാൻ. നമ്മളറിയാത്ത എത്രയോ ഉപദ്രവങ്ങൾ നമ്മളിൽ നിന്ന് നീങ്ങിയിട്ടുണ്ട്. നമ്മളുടെ അനുഭവത്തിൽ തന്നെ ഇല്ലേ പല ഉപദ്രവങ്ങളും. വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഉറക്കം വന്നിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയതാണ്. എനിക്കപ്പോഴത്തേനും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ലേ ചില ആളുകൾക്ക്? അങ്ങനെ ഉണ്ടായിട്ടുള്ളവരോ പല ആളുകളും ഉറങ്ങിപ്പോയിട്ട്. ആ ഉറങ്ങിപ്പോയത് ഇടിക്കാതിരുന്നതിന്റെ കാരണം നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരിക്കും. സ്വഹീഹായ ഹദീസ്. എന്നാലും നമ്മുടെ മനസ്സിലുണ്ടാകും എന്ത്, പക്ഷേ ചില നല്ലവരല്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല വാരിക്കോരി കൊടുക്കണ്ടല്ലോ. നമ്മൾ മുവഹിദുകൾ താടി വെച്ച് അങ്ങനെ വെച്ച് ഇതൊക്കെ ആക്കിയിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പക്ഷെ അപ്പുറത്തെ ആള് നോക്ക്, അവൻ കാഫിർ, അവന് നടക്കണതെന്നാണ് അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുകയാണ്, അള്ളാഹിനെ കളിയാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയൊക്കെ അയാൾ കളിയാക്കിയിട്ട് നടക്കുകയാണ്. എന്നിട്ടും അയാൾക്ക് മെഴ്സിഡസ് ബെൻസ്, അയാൾക്ക് ഇത്, അയാളുടെ ബിസിനസ് ദിനം പ്രതി മുന്നോട്ട് പോകുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്താണത്? മനസ്സിനൊരു സമാധാനം കിട്ടണില്ലല്ലോ. അല്ലാഹു തആല പറയാണ്, ഫലാ തുഅജിബുക അംവാലുഹും, അവരുടെ സമ്പത്ത് നിന്നെ അത്ഭുതപ്പെടുത്തരുത് കേട്ടോ. വലാ ഔലാദുഹും, അവരുടെ സന്താനങ്ങളും. ഭയങ്കര അടിപൊളി മക്കളൊക്കെ ഉണ്ടാവും, സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് പഠിച്ച, അങ്ങനെയൊക്കെ ചെയ്ത നല്ല മക്കളൊക്കെ ഉണ്ടാവും. ഇന്നമാ യുരീദുല്ലാഹ്, അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമാണ്. എന്താണ്? ലിയുഅസ്സിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ,
ഈ ലോക ജീവിതത്തിൽ അതിലൂടെ അവരെ ശിക്ഷിക്കാൻ അതേ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതേ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന്. വതസ്ഹഖ അൻഫുസുഹും, അവരുടെ മനസ്സ് പിളർന്നു പോകാൻ, വഹും കാഫിറൂൻ, അവർ കാഫിരീങ്ങളായിക്കൊണ്ട് മനസ്സ് പിടഞ്ഞു പോകും. അതാണ് അള്ളാഹു തആല അവർക്ക് അത് നൽകിയതിന്റെ ഉദ്ദേശം. പേടിക്കണ്ട. ഇനി അവരോട്, ഇത് നമ്മളോടാണ്, ഇത് സമാധാനമാണ്. ഇനി അവരോട് അള്ളാഹു തആല പറയാണ്, വലാ യഹ്സബന്നല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകരുത്, അന്നമാ നുംലീ ലഹും, ഞാൻ അവരെ വെറുതെ വിട്ടിരിക്കുന്നത്, ഖൈറൻ ലി അൻഫുസിഹിം, അവർക്ക് നന്മക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതരുത്. ഇന്നമാ നുംലീ ലഹും, അവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ലിയസ്ദാദൂ ഇസ്മ, അവർ ചെയ്യട്ടെ, ഇനിയും തിന്മകൾ ചെയ്യട്ടെ. എന്തേ? വലഹും അദാബും മുഹീൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. മനസ്സിലായോ? അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ രഹസ്യം. അതിനാൽ ഒരു സലഫു സാലിഹായ, ഒരു സച്ചരിതനായ ഒരു നമ്മുടെ മുൻഗാമി പറയുകയുണ്ടായി, ഇദാ അഅതാനില്ലാഹു ഫരിഹ്തു മറ, ഞാൻ ചോദിച്ചു അള്ളാഹുവിനോട്, അള്ളാഹുവേ എനിക്ക് തരണമേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അത് ചോദിച്ചത് അള്ളാഹു തആല എനിക്ക് നൽകിയാൽ ഫരിഹ്തു, ഞാൻ സന്തോഷിക്കും, മറ, ഒരു പ്രാവശ്യം ഞാൻ സന്തോഷിക്കും, ചോദിച്ചത് എനിക്ക് തന്നല്ലോ എന്ന്. വഇദാ ലം യുഅതീനില്ല, ഞാൻ ആ ചോദിച്ചത് എന്റെ റബ്ബ് എനിക്ക് തന്നില്ല എങ്കിൽ ഫരിഹ്തു അശറ മറാത്ത്, ഞാൻ 10 തവണ സന്തോഷിക്കും അള്ളാഹ് എനിക്ക് നൽകിയില്ലെങ്കിൽ. ഇനി മുതൽ നമ്മൾക്ക് അങ്ങനെയായിരിക്കണം. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു തആല എനിക്ക് നൽകിയാൽ ഞാൻ 1 തവണ സന്തോഷിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു തആല നൽകിയില്ലെങ്കിൽ 10 തവണ ഞാൻ സന്തോഷിക്കും. എന്തേ കാരണം? ലി അന്നൽ അവൽ, ഒന്നാമത്തേത്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയാൽ, ആ പ്രാർത്ഥന ഉത്തരം കിട്ടിയല്ലോ, ആ പ്രാർത്ഥിച്ച് നേടിയ ആ സാധനം ഇഖ്തിയാരി, എന്റെ സെലക്ഷൻ ആയിരുന്നു, എനിക്കത് വേണം എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സെലക്ട് ചെയ്തതായിരുന്നു, അല്ലേ? വസാനി, രണ്ടാമത്തേതോ, എനിക്ക് തരാതിരുന്നതോ ഇഖ്തിയാറുള്ള, അത് അള്ളാഹുവിന്റെ ഇഖ്തിയാറാണ്. അബ്ദുൽ ഗഫൂറെ നിനക്കത് വേണ്ട എന്ന് അള്ളാഹുവിന്റെ സെലക്ഷനാണ്. അതിന് ഞാൻ സന്തോഷിക്കണോ ദുഃഖിക്കണോ? 100 വട്ടം സന്തോഷിക്കണ്ടേ? അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം.